നമസ്കാരമുണ്ട്. ദിനാചരണങ്ങൾ, ദിനാഘോഷങ്ങൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. നമ്മൾ ചില പ്രത്യേക ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട്. ചില പ്രത്യേക ദിവസങ്ങൾ പലതിൻ്റെയും പേരിലുമൊക്കെ ആചരിക്കാറുമൊക്കെ ഉണ്ട്. എന്നാൽ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അത് ചെയ്യുന്നത് വെറുമൊരു പ്രഹസനം എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഏതൊരു ദിവസം ആയിക്കൊള്ളട്ടെ, ആ ഒരു ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയായി കണ്ടുകൊണ്ട് ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യം മാത്രമാക്കി നമ്മൾ തന്നെ അതിനെ ചുരുക്കിക്കൊണ്ട് ആ ഒരു ദിവസം ആഘോഷിച്ചുകൊണ്ട് സത്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മാത്രം ആചരിച്ചുകൊണ്ട് ഒരു പ്രഹസനമാണ് നമ്മളൊക്കെ നടത്തുന്നത് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അതൊരു വളരെ കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ ഒതുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി 30 ലോക അഹിംസാ ദിനമാണ്. അതുപോലെ തന്നെ ഓസോൺ ദിനമുണ്ട്, വനദിനമുണ്ട്, പരിസ്ഥിതി ദിനമുണ്ട് അല്ലേ, ജൂൺ 5. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളും നമ്മളൊക്കെ ആചരിക്കാറുണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാറുണ്ട്. അതായത് നമ്മുടെ പിറന്നാളും അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, വിഷു ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ റിപ്പബ്ലിക് ദിനം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനം, അതുപോലെ തന്നെ ഉള്ള ആഘോഷ ദിവസങ്ങൾ, അതുപോലെ ഈ പറഞ്ഞ പരിസ്ഥിതി ദിനം, അഹിംസാ ദിനം, ഇതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. ഈ ദിവസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ വളരെ വലിയ ആളുകളും അതിനെക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകത ആ വാക്കുകളിൽ അവസാനിക്കാറാണ് പൊതുവെ പതിവ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക അഹിംസാ ദിനം, ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ, അഹിംസാ ദിനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ, പരിസ്ഥിതി ദിനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം ആ വക കാര്യങ്ങളെക്കുറിച്ച് വാചാലരായി ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും അന്നത്തെ ദിവസം മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് വാചാലരാവാറുണ്ട്. ഓസോൺ ദിനത്തിൽ ഓസോൺ പാളികളുടെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യകതകളെക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട്. അഹിംസാ ദിനത്തിൽ അഹിംസയെ മുൻനിർത്തി നടന്നിരുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട്. ഈ ദിവസങ്ങളുടെ പിറ്റേന്ന് മുതൽ ഇതിനെ നമ്മൾ തലേന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ ഒക്കെ നമ്മൾ മറക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതിജ്ഞ എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നു എന്നതാണ് കുറച്ചുകൂടി ശരി. പരിസ്ഥിതി ദിനത്തിൽ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു, വനദിനത്തിൽ വനവൽക്കരണം നടത്തുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓസോൺ പാളികളുടെ സംരക്ഷണത്തിനായി ഓസോൺ ദിനം ആഘോഷിച്ച് അന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഓസോൺ പാളിക്ക് ആഘാതമേൽപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിനെ കത്തിക്കുക. വനവൽക്കരണ ദിനത്തിൽ വനത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയൊക്കെ സംസാരിച്ച ശേഷം പിറ്റേന്ന് വനം കയ്യേറുക, അല്ലെങ്കിൽ വനത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിയെയും അതിൻ്റെ ആവശ്യകതകളെയും അതിൻ്റെ സംരക്ഷണത്തെയും കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിച്ച് പിറ്റേന്ന് എങ്ങനെയൊക്കെ പരിസ്ഥിതിയെ ഉപദ്രവിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ഇതാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഈ ദിവസങ്ങൾ ആഘോഷിക്കുന്നത് വെറും ഒരു പ്രഹസനത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ പ്രഹസനമായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളെ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ ആ ദിവസം മാത്രം
പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എങ്ങനെയൊക്കെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനെ തടയിടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതായത് സംസാരിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക കൂടി വേണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് നമ്മളെ കൊണ്ട് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് വാക്കുകളാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഓസോണിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഓസോൺ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളായിട്ടുള്ള ഓസോണിന് കേടുപാട് വരുത്തുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മലിനീകരണമൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അത് നിങ്ങൾ മാത്രമല്ല, ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം മുഴുവൻ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഈ ദിനങ്ങൾ മുഴുവൻ ആഘോഷിച്ചത് കൊണ്ടോ ആചരിച്ചത് കൊണ്ടോ കാര്യമില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ദിനത്തിൽ മാത്രം ചെയ്തത് കൊണ്ടോ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ വനത്തെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓസോണിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓസോണിനെ ബാധിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. വനവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൊണ്ടുപോയിട്ട് 4-5 മരങ്ങൾ നടുക മാത്രമല്ല. നമ്മൾ വനത്തെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ സമ്പത്ത്, അതായത് വനസമ്പത്തിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. കാട്ടിൽ നിന്നും കുറേ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അതുപോലെ പ്രകൃതിക്ക് ദോഷമാകുന്ന മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതി ദിനമൊന്നും ആഘോഷിച്ചിട്ടൊന്നും കാര്യമില്ല. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ മുഴുവൻ ചെയ്തിട്ട് പരിസ്ഥിതി ദിനം ആഘോഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് പരിസ്ഥിതിക്ക് ദോഷകരമാവാത്ത രീതിയിൽ നമ്മുടെ ജീവിതക്രമം മാറ്റം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് ഭൂമി ബാക്കി ഉണ്ടാവൂ എന്നതാണ് ഒരു വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ദിവസങ്ങൾ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും വാക്കുകളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുക്കി നിർത്താതെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക തന്നെ വേണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അത് ഓസോൺ പാളിക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഈ പ്രസംഗിച്ച് നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ദിനങ്ങൾ ആഘോഷിച്ചോ ആചരിച്ചോ നടക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അത് വെറും ബോഷ്ക്ക് മാത്രമാണ്, അതല്ലെങ്കിൽ അത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. അതുകൊണ്ട് ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ പ്രസംഗ ചടങ്ങുകളൊക്കെ കൊണ്ട് ജീവിക്കുന്നവർക്ക് ജീവിക്കാമെന്നല്ലാതെ മറ്റു ഉപകാരമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അത് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അപ്പം നിർത്താൻ കഴിയണം. അതില്ലാതെ അത് ചെയ്ത ശേഷം പിന്നീട് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചൊന്നും വാചാലരായിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയെയും ഇവിടുത്തെ സമ്പത്തുകളെയും ഇനിയെങ്കിലും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല അവസരങ്ങളിലും ഭൂമി തന്നെ നമുക്കതിനെ പല രീതിയിലും നമുക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പല കാലങ്ങളായിട്ട്. പക്ഷെ അതിൽ നിന്നൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മളതിന് ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് തന്നെ അത് ദോഷകരമാണ് എന്നുള്ള വസ്തുത ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ
ഈ പ്രഹസനങ്ങൾ നിർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം. അങ്ങനെ നമുക്ക് മുന്നേറാമെന്നൊരു കാഴ്ചപ്പാട് നിങ്ങളുമായി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു.